മലങ്കര കാത്തലിക് ടിവിയുടെ മതബോധനം എന്ന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സഭാ നിയമ പഠന പരമ്പരയുടെ തുടർച്ചയാണ് ഇന്നത്തെ എപ്പിസോഡ്. കഴിഞ്ഞ എപ്പിസോഡിൽ പൗരസ്ത്യ സഭകളെ പൊതുവിൽ ബാധിക്കുന്ന നിയമ സംഹിതയെക്കുറിച്ചായിരുന്നു നാം പഠിച്ചത്. CCEO അഥവാ പൗരസ്ത്യ കാനൻ നിയമസംഹിത, അതിൽ അടങ്ങിയിരിക്കുന്ന കാനോനുകൾ, അതിൻ്റെ ഘടന തുടങ്ങിയവയെക്കുറിച്ചായിരുന്നു നമ്മുടെ പഠനം. ഇന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ പ്രത്യേകമായി ബാധിക്കുന്ന നിയമസംഹിതയെക്കുറിച്ചാണ് നാം വിചിന്തനം നടത്തുക. പൗരസ്ത്യ സഭകൾക്ക് മുഴുവനായി നിയമസംഹിത നൽകിയപ്പോൾ തന്നെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ സാക്രി കാനോനസ് എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഇപ്രകാരം പറഞ്ഞു: എല്ലാ പൗരസ്ത്യ സഭകളും അവരുടെ തനിമയും ആരാധനാ പൈതൃകവും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് ഓരോ സഭകളെയും പ്രത്യേകമായി ബാധിക്കുന്ന കാര്യങ്ങളിൽ പ്രത്യേക നിയമസംഹിത തയ്യാറാക്കുകയും അവരുടെ ഭരണത്തിലും അനുഷ്ഠാനത്തിലും ഈ പ്രത്യേക നിയമസംഹിത പ്രാബല്യത്തിൽ വരുത്തുകയും വേണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ തന്നെ സഭയ്ക്ക് ഒരു പ്രത്യേക നിയമസംഹിത രൂപപ്പെടുത്തുന്നതിനുള്ള ആലോചനകളും പ്രവർത്തനങ്ങളും ആരംഭിച്ചു. ഭാഗ്യസ്മരണാർഹനായ സിറിൽ ബസേലിയോസ് കത്തോലിക്ക ബാവായുടെ കാലഘട്ടത്തിൽ തന്നെ സഭയ്ക്ക് ഒരു പ്രത്യേക നിയമസംഹിത ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിനുള്ള പ്രാരംഭ നടപടികളും ആരംഭിച്ചു. 2005 ജൂൺ 7 അതിനായി പ്രത്യേക കമ്മിറ്റികളും കമ്മീഷനുകളും നിലവിൽ വന്നു. തുടർന്ന് സഭയുടെ ഇപ്പോഴത്തെ കാതോലിക്കയായ മോറൻമോർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവായുടെ നേതൃത്വത്തിൽ ഇതിനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി. അങ്ങനെ നിരന്തരമായ പഠനത്തിൻ്റെയും ആലോചനകളുടെയും ഒക്കെ അവസാനത്തിൽ 2012 മാർച്ച് 10 സഭയുടെ തലവനും പിതാവുമായ കത്തോലിക്ക ബാവ തിരുമേനി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഒരു പ്രത്യേക നിയമസംഹിത പ്രസിദ്ധപ്പെടുത്തി പ്രാബല്യത്തിൽ വരുത്തി. സഭയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു സംഭവമാണ് ഇത്. ഈ പ്രത്യേക നിയമസംഹിതയെക്കുറിച്ച് ഇന്ന് നാം ചുരുക്കത്തിൽ പഠിക്കുമ്പോൾ അതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളും ഈ പ്രത്യേക നിയമസംഹിതയുടെ ഘടനയും അതിലെ കാനോനുകളും നമുക്ക് ചുരുക്കത്തിൽ പഠിക്കാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ 2005 ഈ പ്രത്യേക നിയമസംഹിതയ്ക്ക് രൂപം നൽകുന്നതിനുള്ള പഠനങ്ങളും ആലോചനകളും ആരംഭിച്ചു. ഇതിന് പ്രത്യേകമായി ഒരു ഗൈഡ് ലൈൻ നൽകപ്പെട്ടു. എന്തൊക്കെയായിരിക്കണം ഈ പ്രത്യേക നിയമസംഹിതയുടെ അടിസ്ഥാന ഫൗണ്ടേഷൻസ്, പ്രഭവസ്ഥാനങ്ങൾ, സോഴ്സസ് എന്നതൊക്കെ ഇവിടെ പ്രത്യേകമായും നിർണയിക്കപ്പെട്ടു. അതിലേറ്റവും പ്രധാനമായി ഈ പ്രത്യേക നിയമസംഹിത സഭയുടെ പാരമ്പര്യത്തിലും സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളിലും അധിഷ്ഠിതമായിരിക്കണം. അതിനായി മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലനിന്നിരുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പാരമ്പര്യങ്ങളും കൃത്യമായി പഠിക്കുന്നതിന് ശ്രദ്ധ കൊടുത്തു. അതോടൊപ്പം തന്നെ സഭയുടെ ആദ്യകാലങ്ങളിൽ നിലനിന്നിരുന്ന സുറിയാനി പാരമ്പര്യങ്ങൾ, തുടർന്ന് അവിഭക്ത മലങ്കര സഭയിൽ നിലനിന്നിരുന്ന പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, അതുപോലെ പുനരൈക്യാനന്തരം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും, ഇവയൊക്കെ പഠനവിധേയമായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കാലാനുസൃതമായി ഇന്ന് മലങ്കര സഭയുടെ പ്രത്യേക അജപാലന സാഹചര്യങ്ങളും സഭയുടെ സുവിശേഷീകരണ ദൗത്യവും ഒക്കെ കണക്കിലെടുത്ത് സഭയുടെ പാരമ്പര്യങ്ങളിലും ആചാരങ്ങളിലും വ്യത്യാസം വരുത്താതെ
ഒരു പ്രത്യേക നിയമസംഹിത രൂപപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു. അതിൻ്റെ ഫലമായിട്ടാണ് 2012 മാർച്ച് മാസം 10 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഇപ്രകാരം ഒരു പ്രത്യേക നിയമസംഹിത നിലവിൽ വന്നത്. പരിശുദ്ധ സുനഹദോസ് ഇതിന് അംഗീകാരം നൽകുകയും തുടർന്ന് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പായുടെ പ്രതിനിധിയായി പൗരസ്ത്യ സഭകൾക്കായുള്ള പ്രത്യേക കാര്യാലയത്തിൻ്റെ റെക്കഗ്നിറ്റ്സിയോ അഥവാ അനുമതിയും അംഗീകാരവും ഈ പ്രത്യേക നിയമസംഹിതയ്ക്ക് ലഭിച്ചു. അങ്ങനെ നിലവിൽ വന്ന ഈ പ്രത്യേക നിയമസംഹിതയുടെ ഘടന എന്താണ്, എന്തൊക്കെയാണ് അതിലടങ്ങിയിരിക്കുന്ന കാനോനകൾ, ഇതിനെപ്പറ്റി നമുക്ക് ചുരുക്കമായി പ്രതിപാദിക്കാം. ആദ്യത്തെ 8 പ്രാരംഭ കാനോനകൾക്ക് ശേഷം 603 കാനോനകളാണ് ഈ പ്രത്യേക നിയമസംഹിതയിൽ ഉള്ളത്. അങ്ങനെ 16 ടൈറ്റിലുകളിലായി 611 നിയമങ്ങൾ അഥവാ കാനോനകൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രത്യേക നിയമസംഹിതയിൽ ഉണ്ട്. ഈ നിയമസംഹിതയെ കൃത്യമായി നാം വിളിക്കുന്നത് CPC SMCC കോഡ് ഓഫ് പർട്ടിക്കുലർ കാനൻസ് ഓഫ് ദ സീറോ മലങ്കര കാത്തലിക് ചർച്ച് എന്നാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രത്യേക നിയമസംഹിത. ഇതിൻ്റെ 1-ാം ഘട്ടം അല്ലെങ്കിൽ 1-ാമത്തെ ടൈറ്റിൽ വിവരിക്കുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെക്കുറിച്ചാണ്. എന്താണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്നതുകൊണ്ട് വിവക്ഷിക്കുക, ആരാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അംഗങ്ങൾ, ഇതൊക്കെ ഇവിടെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇതിനുശേഷം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഹയരാർക്കിയും അതിൻ്റെ ഹയരാർക്കിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനും എപ്രകാരമാണെന്ന് വിവരിക്കുന്നു. സഭയുടെ തലവനും പിതാവുമായ കാതോലിക്ക ബാവ തിരുമേനി, മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ്, അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തെ സഹായിക്കുന്ന സഭയുടെ മെത്രാൻ സുനഹദോസ്, സഭയുടെ മെത്രാൻ സുനഹദോസിൻ്റെ അവകാശങ്ങളും കടമകളും, സഭയിലെ വിവിധ സിനഡൽ കമ്മീഷൻസ്, മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലി, ഇവയെല്ലാം ഇവിടെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇവയ്ക്ക് ശേഷം സഭയിലെ വ്യത്യസ്ത എപ്പാർക്കീസ് അഥവാ ഭദ്രാസനങ്ങൾ, ഭദ്രാസനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മെത്രാന്മാർ, ഇവരുടെ കടമകളെപ്പറ്റിയും ഉത്തരവാദിത്വങ്ങളെപ്പറ്റിയുമാണ് പ്രതിപാദിക്കുക. തുടർന്ന് ഇടവകകളെക്കുറിച്ചും ഇടവകകളുടെ വികാരിമാർ, വികാരിമാരെ സഹായിക്കുന്ന വ്യത്യസ്ത സംഘടനകൾ, കമ്മിറ്റികൾ എന്നിവയെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് വൈദികരെപ്പറ്റിയും വൈദിക പരിശീലനത്തെപ്പറ്റിയും പ്രതിപാദിക്കുന്നു. സഭയുടെ അൽമായരെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ അൽമായ സംഘടനകളെക്കുറിച്ചും അൽമായർക്ക് സഭയിലുള്ള കടമകളെക്കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, സഭയിൽ അൽമായ വിശ്വാസികൾക്ക് നൽകുന്ന വ്യത്യസ്ത ടൈറ്റിലുകളെക്കുറിച്ച് ഒക്കെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. സഭയിലെ പ്രത്യേകമായ അൽമായ സംഘടനകൾ, കുട്ടികൾക്ക് കാറ്റക്കേസിസ്, MCCL, യുവാക്കൾക്ക് MCYM, മുതിർന്നവർക്ക് MCA, മാതൃവേദി, പിതൃവേദി തുടങ്ങിയ ഔദ്യോഗിക സംഘടനകളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നു. ഇവ കൂടാതെ ആഗോള കത്തോലിക്ക സഭയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന മറ്റ് അൽമായ സംഘടനകൾ, അവയും അൽമായരുടെ ആത്മീയവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് ഉതകത്തക്ക വിധത്തിൽ സഭയിൽ എങ്ങനെ പരിപോഷിപ്പിക്കപ്പെടണം, പ്രോത്സാഹിപ്പിക്കപ്പെടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിവക്ഷിക്കുന്നുണ്ട്. തുടർന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ എല്ലാവർക്കുമുള്ള കടമകളെപ്പറ്റി പ്രതിപാദിക്കുന്നു. അത് ആദ്യമായി സുവിശേഷീകരണത്തിനുള്ള, സുവിശേഷ പ്രഘോഷണത്തിനുള്ള കടമയാണ്. ഭാഗ്യസ്മരണാർഹനായ ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവ് മലങ്കര സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് സുവിശേഷവൽക്കരണത്തിനുള്ള കടമ. ലോകം മുഴുവനിലും സുവിശേഷം പ്രഘോഷിക്കുക, ഭാരതത്തിൻ്റെ അതിർത്തികളോളം സുവിശേഷം പ്രഘോഷിക്കുക. ഇത് ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവ് മലങ്കര സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക ഉത്തരവാദിത്തമാണ്. യേശു ക്രിസ്തുവിൻ്റെ മിഷൻ ദൗത്യത്തെ അധികരിച്ച്
മലങ്കര സഭയിൽ നിർവഹിക്കപ്പെടേണ്ട ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കടമയും ഇതുതന്നെയാണെന്ന് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. രണ്ടാമതായി റീയൂണിയൻ, സഭകളുടെ ഐക്യം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സഭാംഗങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കടമയാണ് സഭകളുടെ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക. ഒരു തൊഴുത്തും ഒരു ഇടയനുമാവുക എന്ന യേശു ക്രിസ്തുവിൻ്റെ വലിയ ആഗ്രഹം, സഭയുടെ ഐക്യത്തിനായുള്ള പ്രവർത്തനങ്ങൾ, വ്യക്തിപരവും സഭാപരവുമായി ഐക്യ ശുശ്രൂഷ, ഇതിനെപ്പറ്റിയൊക്കെ ഇവിടെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നും സഭാംഗങ്ങൾ, പുരോഹിതർ, മെത്രാന്മാർ ഇവർക്കെല്ലാം സഭയുടെ ഐക്യത്തിനു വേണ്ടി വ്യക്തിപരമായോ സംഘങ്ങളായോ സഭാ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള കടമയുണ്ടെന്ന് ഇവിടെ പ്രത്യേകമായി പ്രതിപാദിക്കുന്നു. മൂന്നാമതായി സഭൈക്യ ബന്ധം, അതുപോലെ തന്നെ വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇവ പരിപോഷിപ്പിക്കുന്നതിന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കുള്ള കടമയെപ്പറ്റി സൂചിപ്പിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ സഭകൾ തമ്മിൽ ഊഷ്മളമായ ബന്ധം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഇതര സഹോദരി സഭകളുമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഊഷ്മളമായ ബന്ധം, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എല്ലാം ഇവിടെ വിവക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതര മതങ്ങളുമായി സംവാദത്തിൽ ഏർപ്പെടുകയും ഇതര മതങ്ങളുമായി നല്ല ഒരു ബന്ധത്തിൽ ജീവിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂദാശകളെ പറ്റിയുള്ള വിവരണം, ഡിവൈൻ വർഷിപ്പ് ആൻഡ് സാക്രമെൻറ്റ്സ്. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രത്യേക നിയമസംഹിത വളരെ വിശാലമായി, വളരെ വിസ്തൃതമായി ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം എന്താണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ കൂദാശകൾ അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സഭയുടെ പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് സഭയിൽ കൂദാശകൾ പരികർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, ഇതെല്ലാം ഇവിടെ വിവരിക്കുന്നുണ്ട്. പ്രധാനമായും അവിടെ ആരംഭിക്കുന്നത് വിശുദ്ധ മൂറോൻ കൂദാശയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ മാമോദീസായിലും മൂറോൻ അഭിഷേകത്തിലും നാം ഉപയോഗിക്കുന്ന മൂറോൻ, സഭയിൽ ആകമാനം ഉപയോഗിക്കുന്ന വിശുദ്ധ മൂറോനാണ്. അത് കൂദാശ ചെയ്യപ്പെടുന്നത് സഭയുടെ തലവനും പിതാവുമായ കാതോലിക്ക ബാവായുടെ നേതൃത്വത്തിൽ സഭയിലെ എല്ലാ പിതാക്കന്മാരും ഒന്നുചേർന്ന് വലിയ നോമ്പ് കാലത്തിൽ പ്രത്യേകമായി സമ്മേളിക്കുന്ന സുനഹദോസിനോട് ചേർന്നാണ്. ഇത് കൂദാശ ചെയ്യപ്പെടുന്നതിനുള്ള ഒരുക്കങ്ങളെപ്പറ്റിയും അതിനായുള്ള ആത്മീയ അനുഷ്ഠാനങ്ങളെപ്പറ്റിയുമൊക്കെ ഇവിടെ കൃത്യമായിട്ട് വിവരിക്കുന്നു. തുടർന്ന് കൂദാശകളെപ്പറ്റി പറയുമ്പോൾ ആദ്യത്തെ 3 കൂദാശകൾ പ്രവേശക കൂദാശകൾ എന്ന നിലയിൽ പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് ഒരുമിച്ച് നൽകപ്പെടേണ്ട കൂദാശകളാണ്. വിശുദ്ധ മാമോദീസായും മൂറോൻ അഭിഷേകവും വിശുദ്ധ കുർബാനയും. ഈ 3 കൂദാശകൾ പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ പ്രവേശക കൂദാശകളായി ഒരുമിച്ച് നൽകപ്പെടുന്നു. വിശുദ്ധ മാമോദീസ, അത് എങ്ങനെ അനുഷ്ഠിക്കപ്പെടണം, മാമോദീസ നൽകുന്നതിന് അധികാരമുള്ള വൈദികൻ ആരാണ്, അവിടെ തലതൊട്ടപ്പൻ തലതൊട്ടമ്മ ആരായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാമോദീസായ്ക്കൊപ്പം പരിശുദ്ധ മൂറോൻ അഭിഷേകം എന്ന കൂദാശയും നൽകപ്പെടുന്നു. മൂറോൻ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ നൽകുന്നതിൻ്റെ സൂചനയാണ്. വിശുദ്ധ മാമോദീസായിലൂടെ നൽകപ്പെട്ട കൃപാവരം അത് പൂർത്തീകരിക്കപ്പെടുന്നത്, പൂർണ്ണമാക്കപ്പെടുന്നത് മൂറോൻ അഭിഷേകത്തിലൂടെയാണ്. ഈ കൃപാവരങ്ങളുടെ പോഷണത്തിനായിട്ട്, വർധനവിനായിട്ട് നൽകുന്ന ആത്മീയ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ വിശുദ്ധ മാമോദീസായും മൂറോൻ അഭിഷേകവും വിശുദ്ധ കുർബാനയും ഒരുമിച്ച് നൽകപ്പെടുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും
അതിൻ്റെ പ്രസക്തിയെപ്പറ്റിയും വളരെ വ്യക്തമായിട്ട് ഈ കാനോനുകളിൽ പറയുന്നുണ്ട്. സഭാമക്കളുടെ വളർച്ചയ്ക്ക് ചില സന്ദർഭങ്ങളിൽ വിശുദ്ധ കുംഭസാരവും വിശുദ്ധ കുർബാനയും രോഗീലേപനവും ഇതര സഹോദരി സഭകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് സ്വീകരിക്കാവുന്നതിനെപ്പറ്റി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഒരു വൈദികൻ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ വളരെ പ്രത്യേകമായ നിഷ്കർഷയോടെ സഹോദരി സഭകളിൽ നിന്ന് ഈ കൂദാശകൾ സ്വീകരിക്കാം എന്ന കാര്യത്തെപ്പറ്റി ഇവിടെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്ന് വിശുദ്ധ കുംഭസാരത്തെപ്പറ്റിയും രോഗീലേപനത്തെപ്പറ്റിയും എങ്ങനെയാണ് ഈ കൂദാശകൾ സ്വീകരിക്കേണ്ടത്, അതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന കാര്യം വ്യക്തമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കൂദാശ സ്വീകരണം വിവാഹം എന്ന കൂദാശയെപ്പറ്റിയാണ്. ഇതിനെപ്പറ്റി വളരെ ദീർഘമായ കാനോനുകൾ നമ്മുടെ പ്രത്യേക നിയമസംഹിതയിൽ ഉണ്ട്. ഏറ്റവും പ്രത്യേകമായിട്ട് വിവാഹം എന്ന കൂദാശയ്ക്ക് ആവശ്യമായ ഒരുക്കത്തെപ്പറ്റി, അജപാലനപരമായ ഒരുക്കം, ഇത് വിവാഹം എന്ന കൂദാശയുടെ പ്രാധാന്യത്തെയും അതിൻ്റെ വിശുദ്ധിയെയും കണക്കിലെടുത്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഏതൊരു യുവാവും യുവതിയും ആരംഭം മുതലേ ഈ കൂദാശയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടണം. യൗവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മതബോധന ക്ലാസ്സുകളിലൂടെ വിവാഹം എന്ന കൂദാശയെക്കുറിച്ചുള്ള വളരെ പ്രാരംഭമായ ഒരുക്കം വേണം. വിവാഹ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, കുടുംബ ജീവിതത്തെപ്പറ്റിയൊക്കെ മുൻകൂട്ടി തന്നെ സഭാമക്കൾ പരിശീലിപ്പിക്കപ്പെടണം. വിവാഹത്തിന് തൊട്ട് മുൻപ് വിവാഹ ഒരുക്ക ധ്യാനത്തിലൂടെ ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായ അറിവും ധാരണയും ഇവർക്ക് നൽകണം. ഇവിടെ വിവാഹം ഒരു കൂദാശയാണ്, വിവാഹം ഒരു കവനന്റ് ആണ്. ആ വിവാഹത്തിൻ്റെ സ്ഥായിയായ സ്വഭാവം, അതിൻ്റെ അവിഭാജ്യത, ഇവയെല്ലാം വ്യക്തമായി ഇത് സ്വീകരിക്കുന്നവർക്ക് നൽകപ്പെടണം. വിവാഹത്തിന് പ്രധാനമായും 3 ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിവാഹത്തിൻ്റെ കാനോനിക തടസ്സങ്ങൾ ഇല്ലായ്മയാണ്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി സഭാ നിയമം, ദൈവിക നിയമങ്ങൾ, പ്രകൃതി നിയമങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കാനോനിക തടസ്സങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലുള്ള വ്യക്തിയായിരിക്കണം. ഇതിനുവേണ്ടി എന്തൊക്കെയാണ് കാനോനിക തടസ്സങ്ങൾ, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കാനോനിക തടസ്സങ്ങൾ ഉണ്ടാവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ കാനോനിക തടസ്സങ്ങൾ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ വിവാഹം എന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാനോനിക തടസ്സങ്ങൾ ഈ വ്യക്തി ഏർപ്പെടുന്ന വിവാഹത്തെ അസാധുവാക്കും, ഇൻവാലിഡാക്കും എന്ന് ഈ നിയമത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം വിവാഹത്തിൻ്റെ സമ്മതമാണ്, മനസ്സമ്മതം. വിവാഹത്തെ വിവാഹമാക്കി തീർക്കുന്നത് വിവാഹത്തിൽ സ്ത്രീ പുരുഷന്മാർ നൽകുന്ന സമ്മതമാണ്, മനസ്സമ്മതമാണ്. ഇതിനെ ഉഭയസമ്മതം, പരസ്പരം നൽകുന്ന സമ്മതം എന്നൊക്കെ കാനോനികമായിട്ട് നമുക്ക് നിർവചിക്കാവുന്നതാണ്. ഈ ഉഭയസമ്മതത്തിൽ എന്തെങ്കിലും കുറവുണ്ടായാൽ ഈ വിവാഹം കുറവുള്ളതായിട്ട് തീരും. ഈ ഉഭയസമ്മതം നൽകുന്നതിനുള്ള കഴിവില്ലായ്മ ചില വ്യക്തികൾക്ക് ഉണ്ടാകാം. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും പ്രത്യേകിച്ച് മാനസിക അവസ്ഥ, മാനസിക വൈകല്യങ്ങൾ, മനോരോഗങ്ങൾ, ഇവ മൂലമുണ്ടാകുന്ന ഒരു പ്രത്യേകമായ അവസ്ഥ, അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന മനസ്സമ്മതത്തെ ഏതെങ്കിലും വ്യവസ്ഥകൾ കൊണ്ട് സ്വാധീനിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഈ കൊടുക്കുന്ന അവസ്ഥയെപ്പറ്റിയുള്ള, മനസ്സമ്മതത്തെ പറ്റിയുള്ള അറിവില്ലായ്മ, ആരെയാണോ വിവാഹം കഴിക്കാൻ പോകുന്നത് ആ വ്യക്തിയെപ്പറ്റിയുള്ള അറിവില്ലായ്മ, ആ വ്യക്തിയുടെ ഏതെങ്കിലും ഗുണങ്ങളെ സംബന്ധിച്ച് ഉള്ള അറിവ് മറച്ചു വയ്ക്കുക, വഞ്ചനാപരമായി അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ നൽകുക, അല്ലെങ്കിലും ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിനു വേണ്ടി ഇപ്രകാരമുള്ള മനസ്സമ്മതം നൽകുക, ഇവയൊക്കെ മനസ്സമ്മതത്തിൽ വരുത്തുന്ന കുറവുകളായിട്ട്
പൗരസ്ത്യ നിയമസംഹിതയും മലങ്കര സഭയുടെ പ്രത്യേക നിയമസംഹിതയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഈ ഒരുക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. മൂന്നാമതായി, ഈ വിവാഹത്തിൻ്റെ ആശീർവാദ കർമ്മം. ഈ ആശീർവാദ കർമ്മത്തിന് നിയോഗിക്കപ്പെടുന്ന പുരോഹിതൻ്റെ കടമ, അവകാശങ്ങൾ, എങ്ങനെയാണ് ആ പുരോഹിതന് ഈ അവകാശം ലഭിക്കുന്നത്, ഇങ്ങനെ അവകാശമുള്ള പുരോഹിതൻ എപ്രകാരമാണ് ഈ വിവാഹമെന്ന കൂദാശ അനുഷ്ഠിക്കേണ്ടത്, ആശീർവദിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയും കാനോനിക തടസ്സങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ പൂർണ്ണമായ ഒരു സമ്മതം നൽകുകയും ആ സമ്മതം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കൂദാശക്രമം അനുഷ്ഠിക്കുന്ന ഒരു ആരാധനാക്രമത്തിനുള്ളിൽ നൽകുകയും ചെയ്യുമ്പോഴാണ് ഈ വിവാഹമെന്ന കൂദാശ നിലവിൽ വരുന്നത് എന്ന് ഈ കാനോനുകൾ വ്യക്തമായിട്ട് പഠിപ്പിക്കും. ഇതിനെപ്പറ്റിയുള്ള അറിവ് ഈ ഒരുക്ക ക്ലാസ്സുകളിൽ നൽകപ്പെടുന്നുണ്ട്. വിവാഹത്തിൻ്റെ ആശീർവാദത്തെക്കുറിച്ച് പറയുമ്പോൾ വിവാഹ ആശീർവാദം മുടക്കപ്പെട്ടിട്ടുള്ള സമയത്തെപ്പറ്റി നമ്മുടെ പ്രത്യേക നിയമസംഹിത പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 25 നോമ്പ്, വലിയ നോമ്പ്, 3 നോമ്പ്, കാത്തിരിപ്പ് കാലം, ഈ 4 സമയങ്ങളിൽ വിവാഹം ആശീർവദിക്കുന്നതിന് മുടക്ക് ഉള്ളതായി പ്രത്യേക നിയമസംഹിത പറയുന്നു. ഈ കാലഘട്ടത്തിൽ ചില സാഹചര്യങ്ങളിൽ വളരെ പ്രത്യേകമായി ഭദ്രാസന അധ്യക്ഷന്മാരുടെ അനുമതിയോടുകൂടി വിവാഹം നടത്തുന്നതിന് പ്രത്യേകമായ അനുവാദവും സഭാ നിയമസംഹിതയിൽ നൽകുന്നുണ്ട്. മിക്സ്ഡ് മാരേജസ് അഥവാ മിശ്ര വിവാഹങ്ങളെപ്പറ്റി ഈ നിയമസംഹിതയിൽ ഒരു പ്രത്യേക ഭാഗം തന്നെയുണ്ട്. അതായത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭാംഗങ്ങളായ വ്യക്തികൾ ഇതര സഹോദരി സഭകളിലെ വ്യക്തികളുമായി നടത്തുന്ന വിവാഹത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുക. പ്രത്യേകമായും മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ യാക്കോബായ സഭാംഗങ്ങളുമായുള്ള വിവാഹത്തെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുക. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായും അന്ത്യോക്യയിലെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായും തമ്മിലുള്ള പ്രത്യേകമായ ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള മിശ്ര വിവാഹങ്ങൾക്ക് സഭയിൽ അനുമതിയുണ്ട്. എന്നാൽ ഈ വിവാഹങ്ങൾ നടക്കുമ്പോഴും ഭദ്രാസനാധ്യക്ഷന്മാരുടെ അനുമതിയോടും അറിവോടും കൂടിയായിരിക്കണം ഇവ നടത്തേണ്ടതെന്നും ഈ മിശ്ര വിവാഹങ്ങൾ നടക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട ക്രമങ്ങൾ എന്തൊക്കെയാണെന്നും ഇവിടെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്ന് മറ്റ് കൂദാശ അനുകരണങ്ങളെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കാം. എന്താണ് കൂദാശാനുകരണങ്ങൾ? സാക്രമെൻ്റൽസ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് സാക്രമെൻ്റൽസ്, കൂദാശാനുകരണങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത് ഭവന ആശീർവാദങ്ങളെയും അതുപോലെയുള്ള മറ്റ് ആശീർവാദ കർമ്മങ്ങളെയുമാണ്. ഇവയെല്ലാം അനുഷ്ഠിക്കപ്പെടേണ്ട രീതിയെപ്പറ്റിയും ക്രമങ്ങളെപ്പറ്റിയും ഇവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ആരാധനാക്രമ സമയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ പ്രത്യേക നിയമസംഹിതയിൽ പ്രതിപാദിക്കുന്നുണ്ട്. പ്രധാനമായും സേക്രഡ് ടൈംസ് എന്ന ടൈറ്റിലിൽ സമയക്രമങ്ങളെ ഇപ്രകാരമാണ് പ്രതിപാദിക്കുക. ഒന്ന്, ഒരു ദിവസത്തെ എങ്ങനെയാണ് ആരാധനാക്രമപരമായി ക്രമീകരിച്ചിരിക്കുന്നത്. ദിവസം ആരംഭിക്കുന്നത് റംഷോ അഥവാ സന്ധ്യ ഈ ക്രമത്തിലാണ്. അതിനുശേഷം സുത്തോറോ, രാത്രി അഥവാ ലിലിയോ, സപ്രോ അഥവാ പ്രഭാതം, 3-ാം മണി, 6-ാം മണി, 9-ാം മണി എന്നീ വിധത്തിൽ ഈ സമയക്രമത്തെ നമ്മുടെ ആരാധന പാരമ്പര്യമനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഓരോ സമയത്തേക്കുമുള്ള പ്രാർത്ഥനകളെയും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഇവിടെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒരു ആഴ്ചയിലെ സമയക്രമത്തെപ്പറ്റി നമ്മുടെ പ്രത്യേക നിയമസംഹിത ഇപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നു. ആഴ്ച ആരംഭിക്കുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നമ്മുടെ കർത്താവിൻ്റെ
ഉയിർത്തെഴുന്നേൽപ്പിന് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനം നൽകുന്ന പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ആത്മീയതയുമാണ് ഈ ദിവസം പ്രത്യേകമായും അനുസ്മരിക്കപ്പെടുക. തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങൾ അനുതാപത്തിൻ്റെ അനുസ്മരണയും, ബുധനാഴ്ച പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേകമായ അനുസ്മരണയുമാണ്. വ്യാഴാഴ്ച അപ്പസ്തോലന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധന്മാരുടെയും വേദപാരംഗതരുടെയും അനുസ്മരണയിൽ നാം കൊണ്ടാടുന്നു. വെള്ളിയാഴ്ച വിശുദ്ധ സ്ലീബായുടെ പുകഴ്ചയും, ശനിയാഴ്ച എല്ലാ മരിച്ചുപോയവരുടെയും അനുസ്മരണവുമാണ് ഈ സമയക്രമത്തിൽ ഉള്ളത്. ഇപ്രകാരം ആഴ്ചവട്ടത്തിലെ 7 ദിവസങ്ങളും പ്രത്യേകമായ ആചരണത്തോടുകൂടി അനുസ്മരണത്തോടുകൂടി നടത്തണം എന്ന് കൃത്യമായി നിഷ്കർഷിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സഭാവത്സരത്തിലെ ക്രമീകരണം, ഒരു ആരാധനാ വർഷം ക്രമീകരിച്ചിരിക്കുന്ന സമയക്രമങ്ങൾ എപ്രകാരമാണെന്നും ഇവിടെ പ്രത്യേകമായി നാം പഠിക്കണം. 7 ആരാധനാ സീസണുകളിലായി ഇപ്രകാരമാണ് ഈ ആരാധനാ വർഷത്തെ ക്രമീകരിച്ചിരിക്കുക. ആരാധനാ വർഷം ആരംഭിക്കുന്നത് സുബോറോ കാലത്തോടു കൂടിയാണ്. തുടർന്ന് യൽദ ദനഹ കാലം, അതിനുശേഷം സൗമോറാബോ അഥവാ ഗ്രേറ്റ് ലെൻറ്റ്, അതിനുശേഷം ഉത്ഥാനകാലം ക്യൊംതോ, പെന്തകൊസ്തിക്കാലം, പിന്നീട് തേജസ്കരണം, തുടർന്ന് സ്ലീബാകാലം. ഇപ്രകാരമുള്ള ഒരു ക്രമീകരണമാണ് സഭയുടെ ആരാധനാക്രമ വത്സരത്തെക്കുറിച്ച് നമ്മുടെ പ്രത്യേക നിയമസംഹിത നൽകുന്നത്. ഈ തരത്തിൽ ഓരോ ദിവസത്തെയും ആഴ്ചവട്ടത്തെയും ആരാധനാ വത്സരത്തെയും ക്രമീകരിച്ചിരിക്കുന്നത് വഴി ഈ സമയങ്ങളിൽ നാം ചെയ്യേണ്ട പ്രാർത്ഥനകളെയും ആരാധനകളെയും പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ സഭയുടെ പ്രധാനപ്പെട്ട തിരുനാളുകളെ പറ്റിയും നമ്മുടെ നിയമസംഹിത പ്രതിപാദിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ പ്രത്യേക തിരുനാളുകൾ? ഏറ്റവും പ്രധാനമായി നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകളെക്കുറിച്ചാണ്. മാറാനായ പെരുന്നാളുകൾ. ഏതൊക്കെയാണ് നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകൾ? ഏറ്റവും ആദ്യമായി നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ, യൽദോ പെരുന്നാൾ. രണ്ടാമതായി നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനം, ക്യൊംതോ. അസെൻഷൻ അഥവാ സുലോക്കോ. അനൻസിയേഷൻ, സുബോറോ. ഡെഡിക്കേഷൻ ഇൻ ദ ടെമ്പിൾ, മായൽത്തോ. ഗ്ലോറിഫിക്കേഷൻ. ഈ തിരുനാളുകളെയാണ് പ്രധാനമായും നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകൾ എന്ന ക്രമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ഇതിൽ ആദ്യം പറഞ്ഞ 5 തിരുനാളുകളും നാം പ്രത്യേകമായി കടമുള്ള തിരുനാളുകളായിട്ട് ആചരിക്കേണ്ട തിരുനാളുകളാണെന്ന് നമ്മുടെ നിയമസംഹിതയിൽ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി സഭയുടെ തിരുനാൾ, അതായത് പെന്തക്കൊസ്തി തിരുനാൾ. പെന്തക്കൊസ്തി തിരുനാളും കടമുള്ള തിരുനാളായിട്ട് നാം ആചരിക്കേണ്ട തിരുനാളാണ്. മൂന്നാമത്തെ വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാളാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാളുകളായി ഏറ്റവും പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ, ജനന തിരുനാൾ, അമലോത്ഭവ തിരുനാൾ തുടങ്ങിയവയാണ്. ഇവ കൂടാതെ വിത്തുകളെ പ്രതിയുള്ള പരിശുദ്ധ അമ്മ, ദൈവമാതാവിൻ്റെ പ്രത്യേകമായ തിരുനാൾ, ദൈവമാതാവിൻ്റെ ആദ്യ ദൈവാലയ പ്രതിഷ്ഠയുടെ തിരുനാൾ, ഇവയൊക്കെയും ദൈവമാതാവിൻ്റെ തിരുനാളുകളായിട്ട് നമ്മുടെ നിയമസംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നാലാമത്തെ വിഭാഗത്തിൽ വിശുദ്ധ അപ്പസ്തോലന്മാരുടെയും വിശുദ്ധരുടെയും തിരുനാളുകളാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദുഖ്രോനോ ദുമോർ തോമോസ് ലീഹോ, വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുനാളുകൾ. അതോടൊപ്പം തന്നെ വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാളുകൾ. ഇവയെ സഭയിൽ കടമുള്ള തിരുനാളുകളായിട്ട് നാം പ്രത്യേകമായി അനുസ്മരിക്കുന്നു. ഇതോടൊപ്പം മറ്റ് വിശുദ്ധന്മാരുടെ തിരുനാളുകളും സഭയിൽ അനുഷ്ഠിക്കാവുന്നതാണ്.
ഇപ്രകാരം സഭയിൽ നോമ്പുകളെക്കുറിച്ചും തിരുനാളുകളെക്കുറിച്ചും പ്രതിപാദിച്ച ശേഷം ഇവയിൽ പ്രത്യേകമായി നാം കടപ്പെട്ടിരിക്കുന്ന നോമ്പുകാലം ഏതൊക്കെയാണെന്ന് പ്രത്യേകമായിട്ട് വിവരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വലിയ നോമ്പുകാലം. വലിയ നോമ്പുകാലം എങ്ങനെ അനുഷ്ഠിക്കപ്പെടണം, അതോടൊപ്പം തന്നെ വലിയ നോമ്പുകാലത്തിലെ പ്രാർത്ഥനകൾ, പ്രത്യേകമായ ആചാരങ്ങൾ, ഇവയെപ്പറ്റിയൊക്കെ നമ്മുടെ പ്രത്യേക നിയമസംഹിത പറയുന്നുണ്ട്. തുടർന്ന് ജനന പെരുന്നാളിന് ഒരുക്കമായിട്ടുള്ള 25 നോമ്പ്, 3 നോമ്പ് ഇവയെക്കുറിച്ചും വിശുദ്ധ സ്ലീഹന്മാരുടെ അനുസ്മരണയിൽ നടത്തേണ്ട 13 നോമ്പ്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണത്തിന് ഒരുക്കമായുള്ള 15 നോമ്പ് ഇവയെപ്പറ്റിയും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിന് ഒരുക്കമായുള്ള 8 നോമ്പും സഭയിൽ നിലനിൽക്കുന്ന നോമ്പനുഷ്ഠാനമായി കരുതപ്പെടുന്നു. ഇപ്രകാരം സഭയിലെ പ്രത്യേകമായ നോമ്പനുഷ്ഠാനങ്ങളെപ്പറ്റി ഉള്ള വിവരണം ഈ പ്രത്യേക നിയമസംഹിതയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഏറ്റവും അവസാനമായിട്ട് സഭയിൽ വിശുദ്ധരോടും ദൈവമാതാവിനോടുമുള്ള പ്രത്യേകമായ ആദരവ് എങ്ങനെയായിരിക്കണം, സഭയിൽ എപ്രകാരമാണ് ഈ വണക്കം നടത്തപ്പെടേണ്ടത് എന്നൊക്കെ ഇവിടെ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നു. ഈ പ്രത്യേക നിയമസംഹിതയുടെ അവസാന ഭാഗത്ത് സഭയുടെ സ്വത്തുക്കളെ പറ്റിയുള്ള വിവരണവും സ്വത്തുക്കൾ കൈകാര്യം ചെയ്യപ്പെടേണ്ട വിധവും അത് എപ്രകാരമായിരിക്കണം എന്നൊക്കെയും വിവരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ 16 ടൈറ്റിലുകളിലായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സഭാജീവിതം, ആരാധനാ ജീവിതം, നോമ്പനുഷ്ഠാനങ്ങൾ, തിരുനാളുകൾ ഇവയെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഈ പ്രത്യേക നിയമസംഹിതയുടെ അവസാനം സഭാ ഭരണത്തിലുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾ, അതായത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി, സഭയിലെ നീതിന്യായ വ്യവസ്ഥകൾ നടപ്പാക്കുന്ന വിവിധ സഭാ കോടതികൾ, ഇവ നടക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റാറ്റ്യൂട്ട്സ് എങ്ങനെയായിരിക്കണമെന്നും നൽകപ്പെടുന്നു. ചുരുക്കത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ സഭാജീവിതത്തിന് വ്യക്തമായ ധാരണകളും ദിശാബോധവും നിയമങ്ങളും നൽകപ്പെടുന്ന ഒരു പ്രത്യേക നിയമ സംഹിതയാണ് ഈ പ്രത്യേക നിയമ സംഹിത. ഇത്രയും ചുരുക്കമായി പ്രതിപാദിച്ചുകൊണ്ട് നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ പ്രത്യേക നിയമ സംഹിതയെപ്പറ്റിയുള്ള ഹ്രസ്വ വിവരണം നാം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധമായ നന്മകളും നേരുന്നു. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.